കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ മാഗസീനായ തളിർ 2026 ജൂൺ ലക്കത്തിന് മുത്തശ്ശി മാവ് എന്ന ആർച്ചാലക്ഷ്മി എമ്മയുടെ കഥ. കൂട്ടുകാരെ, ഞാനൊരു മാവാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. എനിക്ക് 70 വയസ്സായി. അതുകൊണ്ട് നിങ്ങളെന്നെ മുത്തശ്ശി മാവെന്ന് വിളിച്ചോളൂ. എനിക്ക് നിങ്ങളോടായി കുറച്ച് കഥകൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മുത്തശ്ശി പറയാൻ പോകുന്ന ഈ കഥ ഇപ്പോൾ നടന്നതല്ല കേട്ടോ. ഇത് 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അന്ന് ഈ വീട്ടുമുറ്റത്ത് ഇന്നത്തെ പോലെ ഞാൻ ഒറ്റയ്ക്കല്ല നിന്നിരുന്നത്. എന്നോടൊപ്പം കൂട്ടുകൂടാൻ മറ്റനേകം മരങ്ങളും ചെടികളുമെല്ലാം എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. പ്ലാവ്, പുളിമരം, നെല്ലിമരം, വേപ്പുമരം, നിറയെ കായ്ക്കുന്ന അനേകം തെങ്ങുകൾ, പലവിധ ഔഷധ ചെടികൾ തുടങ്ങിയവയായിരുന്നു അത്. ഒരു ദിവസം ഞങ്ങളുടെ ചുറ്റും ചിറകു വിരിച്ച് പറന്നു നടക്കുകയായിരുന്ന ഒരു കുഞ്ഞു പൂമ്പാറ്റ. അവളെ കണ്ടപ്പോൾ തന്നെ അതിസുന്ദരിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവളോട് കുശലം ചോദിക്കുവാൻ തുടങ്ങി. എന്ത് ഭംഗിയായിരുന്നോ അവളെ കാണാൻ! വെള്ള നിറത്തിൽ കറുത്ത പൊട്ടുകൾ പോലെയുള്ള അതിമനോഹരമായ വർണ്ണമായിരുന്നു അവളുടേത്. പെട്ടെന്നാണ് ഒരു കുസൃതിക്കുട്ടി അങ്ങോട്ട് ഓടി വന്ന് അവളെ പിടികൂടാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ സുന്ദരി കുടുക്കയാകട്ടെ ആർക്കും പിടികൊടുക്കാതെ പറന്നു കളഞ്ഞു. പൂമ്പാറ്റയെ പിടിക്കാൻ വന്ന കുസൃതിക്കുട്ടി അതിൻ്റെ പിറകെയൊന്നും പോയില്ല. പകരം അവനൊരു ചിത്രകഥാ പുസ്തകവുമെടുത്ത് മറ്റു കൂട്ടുകാരെയും കൂട്ടി എൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. പൂമ്പാറ്റയെ പിടിക്കുവാൻ കഴിയാത്തതിൽ അവന് വിഷമമൊന്നും തോന്നിയില്ല. പകരം അവൻ എടുത്തുകൊണ്ടുവന്ന ചിത്രകഥാ പുസ്തകത്തിൽ പൂമ്പാറ്റയുടെ പരിണാമം വിവരിച്ചിട്ടുണ്ടായിരുന്നു. അവനത് ഉറക്കെ വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ചിത്രകഥാ പുസ്തകത്തിൽ നാനാവിധ വർണ്ണങ്ങൾ കൊണ്ട് പൂമ്പാറ്റയുടെ ജീവിതചക്രം വ്യക്തമാക്കിയിരുന്നു. ആദ്യമായി പെൺശലഭം ചെടിയുടെ ഇലകളിൽ മുട്ടയിടുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞ് പുഴു പുറത്തു വരുന്നു. ഇത് ചെടിയുടെ ഇലകൾ തിന്നു വളരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ പുഴു ഒരു കൂട് കെട്ടി അതിനുള്ളിൽ പ്യൂപ്പയായി മാറുന്നു. ഈ അവസ്ഥയിൽ അവ നിശ്ചലമായിരിക്കും. പിന്നെയും കുറച്ചു നാളുകൾക്ക് ശേഷമാണ് പല വർണ്ണങ്ങളുള്ള ചിറകു വിരിച്ച് തൻ്റെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് പറന്നുയരുന്ന ഒരു സുന്ദരി പൂമ്പാറ്റയായി അത് മാറുന്നത്. ഇതെല്ലാം വായിച്ചു രസിക്കുന്ന കുട്ടിയുടെ മടിയിലേക്ക് ഞാൻ 1-2 മാങ്ങ പൊഴിച്ചിട്ടു. അപ്പോൾ അവരുടെ മുഖം സന്തോഷം കൊണ്ട് താമര വിടരുന്നത് പോലെ വിരിയും. പിന്നീട് എല്ലാവരും കൂടി എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം അനങ്ങാതെ നിൽക്കും. പക്ഷേ ഈ സന്തോഷമൊന്നും എനിക്കിന്നില്ല മക്കളെ. എൻ്റെ കൂട്ടുകാരൊന്നും ഇന്ന് എൻ്റെ അരികിലില്ല. പലവിധ ആവശ്യങ്ങൾക്കായി അവരെ പലരെയും വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി. ഇന്ന് ഈ മുറ്റത്ത് ആരോടും മിണ്ടാനും പറയാനും കഴിയാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇനി എന്നാണ് എൻ്റെ ഊഴമെന്ന് എനിക്കറിയില്ല. നിങ്ങളാരും എന്നെ നോക്കുന്നുകൂടിയില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലല്ലേ നല്ല മധുരമുള്ള മാമ്പഴം നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് കഴിയൂ. മാവു മുത്തശ്ശി കുറച്ച് വിഷമങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ മക്കളെ. നിങ്ങളെല്ലാവരും നല്ല കുട്ടികൾ തന്നെയാണ്. നല്ലവരാകുമ്പോൾ പ്രകൃതിയെ കൂടി മറക്കാതെ ഇരിക്കണം. അത് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നന്ദി.